to Giggly Cow. അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് കനോലി പ്ലോട്ട് ആണ്. പക്ഷെ ഇതിന് ചെറിയൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ഇവിടെ ഒരു വലിയൊരു തേക്കുണ്ട്, അത് കാണാന്നുള്ളൊരു ആഗ്രഹത്തോണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. ഒരു കനോലി പ്ലോട്ട് അല്ലെങ്കിൽ കനോലി പ്ലോട്ട് എല്ലാം ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ ആഗ്രഹിച്ചതാണ് ഇതിനകത്ത് കയറാൻ. ഇപ്പോഴാണ് അതിന് പറ്റിയൊരു സന്ദർഭം കിട്ടിയത്. ലൈക്ക് ഇവിടെ ഒരു പാലുണ്ടായിരുന്നു, ഒരു തൂക്കുപാലം. അത് ഭയങ്കര ഫേമസ് ഒക്കെ ആയിരുന്നു. പക്ഷേ 2018 ഫ്ലഡില് അത് തകർന്നു. അതൊക്കെ ഭയങ്കര വിഷയമായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് ഉള്ള പ്രവേശനം അവർ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അതേപോലെ ഇവിടെ ഒരുപാട് ലൈക്ക് വർക്ക്ഷോപ്പ് അങ്ങനത്തെ സംതിങ് ഒക്കെ ഉണ്ട്, ബിൽഡിങ്സ് ഉണ്ട്. അത് അതിന്റെ ഉള്ളിലേക്കും പ്രവേശനമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിലൊക്കെ എല്ലാവരും എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് തോന്നുന്നുണ്ട്. ഓൾറെഡി പൊളിഞ്ഞിട്ടുണ്ട്, കാരണം വർഷങ്ങൾ പഴക്കമുണ്ട്. ബട്ട് സ്റ്റിൽ ആൾക്കാര് പേരൊക്കെ എഴുതി. സോ ബാഡ് ആക്ച്വലി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിന്റെ അകത്തേക്കൊന്നും പോകരുത് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്തേക്ക് കയറാന് അഡൾട്ടിന് 40 റുപ്പീസും കിഡ്സിന് 15 റുപ്പീസും ആണ്. യുനോ നമ്മളെ എല്ലാവരും ഡിജിറ്റൽ ആവുന്നതിനനുസരിച്ച് ഇവരും ഡിജിറ്റൽ ആയതാണ്. പൈസ എടുക്കൂല, ഓൺലി ത്രൂ UPI ഓർ കാർഡ്. അതാണ് അവർ എടുക്കുന്നത്. അപ്പൊ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബാങ്കിലൊക്കെ പൈസ വെച്ച് വരാം. അല്ലെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് പോയ അവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ഓര് നമ്മളെടുത്ത് ക്യാഷ് ഓക്കെ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും ഇവിടെ ഭയങ്കര ലൈക്ക് കമ്പൽസറി ആണ് ത്രൂ കാർഡ് ഓർ UPI. അപ്പൊ നിങ്ങളെ കയ്യിൽ ഇനി എങ്ങാനും വന്നപ്പോഴാണ് അറിയുന്നെങ്കിൽ അവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഇത് ഞങ്ങൾക്ക് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പൈസ കൊടുത്താൽ മതി. നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗുഡ് ആക്ച്വലി. ഭയങ്കര കാമാണ്, പീസ്ഫുള്ളി കാം തന്നെയാ ഇവിടെ. പിന്നെ കൊച്ചേക്കണം ലൈക്ക് കാമ ഉദ്ദേശിച്ചത് ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് റോഡിന്റെ ശബ്ദം, വണ്ടികളുടെ ശബ്ദമൊക്കെ ഉണ്ട്. കെട്ടിടത്തിൽ സന്ദർശകർക്ക് പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. DFO നോർത്ത് ഡിവിഷൻ നിലമ്പൂർ. ഇതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഓരോ റെസ്ട്രിക്ഷൻസിന്റെ ഓരോ ലൈന്. ഇത് കാണിച്ചു കൊടുത്ത ഈ ബിൽഡിംഗ് എന്താണ്? ഇതാണ് ആ പറഞ്ഞ ബിൽഡിംഗ്. ശോചനീയാവസ്ഥ ആയതുകൊണ്ടായിരിക്കണം ഡിസ്ട്രക്ഷന്റെ വക്കീൽ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഒക്കെ പോയാലും മറ്റേ ഇവിടെ ചാലിയാർ പുഴ എന്തോ ഒരു പുഴ ഒഴിക്കുന്നുണ്ട് ഇതിലൂടെ, അതെത്തും. പിന്നെ ഒരുപാട് ബിൽഡിംഗ് ഉണ്ട് ഗൈസ്, ഒരുപാട് മരങ്ങളുണ്ട്. ഇനി ഇതൊക്കെ തേക്കാണോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എല്ലാം ഒരുപാട് തരത്തിലുള്ള മരങ്ങളുണ്ട്. എക്കോ ടൂറിസം സെന്റർ ആണ്. ഹലോ ഗൈസ്, ഞങ്ങള് കനോലി പ്ലോട്ടിന്റെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ നടുവിലൊരു അനക്കൂല്ല. ഹലോ, അങ്ങോട്ട് നോക്കിയാൽ കാണുക അല്ല.
അവിടെ കനങ്ങുണ്ട്. എൻ്റെ കുട്ടിയുടെ കണ്ണ് ചെറിയ. ഞങ്ങളിപ്പോൾ കനോലി പ്ലോട്ടിൻ്റെ ഒരു ഏരിയയിൽ പറഞ്ഞാൽ ഒരു പുഴ സംഗമ സ്ഥലമാണ്. അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഒരു തൂക്കുപാലുള്ളത് കംപ്ലൈന്റ് ആയി കിടക്കുന്നതുകൊണ്ട് തൂക്കുപാലം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഒക്കെ തകർന്നു പോയതാ. ഓക്കെ, എന്തായാലും ഭംഗി ആസ്വദിക്കുകയാണ്. ഇനി അപ്പുറത്ത് അതിലൂടെ പോയാൽ ആ വെള്ളം മൂവ് ചെയ്തോണ്ടിരിക്കല്ലേ. ഓ ഓക്കെ, പറഞ്ഞു ഇവിടുത്തെ പല കാര്യങ്ങൾ ഞങ്ങളുടെ ചെറിയ കുട്ടി കണ്ടെത്തുകയാണ് ഗൈസ്. എന്താണ് പുതിയ കണ്ടെത്തൽ, പറയൂ. അവിടെ എന്തോ ഇളകണം. അതാണ് അവളുടെ പുതിയ കണ്ടെത്തൽ. അവിടെ എന്തോ ഇളകുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും Guys, it's about 5 PM. Guys, അതാണ് പറഞ്ഞത്, ഞങ്ങൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ലൈക്ക് കനോലി പ്ലോട്ട് അടച്ചോ? അല്ല ഗൈസ്, ഇവരെ ഒരു മൂടി വെച്ചതാ ഗൈസ്. നമ്മളിത് കൂടെ എന്തോ പോകാനാ തോന്നുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഞങ്ങളത് എൻഡ് ആയി. കനോലി പ്ലോട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ അവിടെ എന്തൊക്കെയോ ലൈക്ക് ഓരോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഉണ്ട് അവിടുത്തെ പാലത്തിൻ്റെയൊക്കെ. സോ ഞങ്ങൾക്ക് കനോലി പ്ലോട്ട് കാണാൻ കഴിഞ്ഞില്ല. എക്കോ ടൂറിസം സെൻറ്റർ കണ്ടു ഞങ്ങൾ. കനോലീസ് എക്കോ ടൂറിസം സെൻറ്റർ. നമ്മൾ നടന്നു പോകണം. നമ്മളെന്താ വെച്ചാൽ കാട്ടിൽ തന്നെ ഇവിടെ ലഭിക്കും. അതിന് ഇനിയാണ് ഞങ്ങളെ ടാസ്ക് ആരംഭിക്കുന്നത്. ഞങ്ങൾക്ക് എന്താവണം? ഞങ്ങൾക്ക് ബസ് വേണം. ഞങ്ങൾ കൈൻഡ റിച്ച് ആയതുകൊണ്ട് വണ്ടി ഇല്ലാതെ വന്നു, ബസ്സിൽ വന്നു. സർക്കാരിൻ്റെ വണ്ടി ഉണ്ടാവും, നമ്മളെ വണ്ടി എടുക്കണം. സോ ഞങ്ങൾ KSRTCയിലാണ് നിലമ്പൂർ വരെ വന്നത്. നൗ ദ ടാസ്ക് എന്താന്ന് വെച്ചാൽ തിരിച്ചു പോകണം. നൗ ഞങ്ങൾ ഹെഡിങ് ബാക്ക് ടു അവർ ഹോം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ എന്തിനാ ഇപ്പം നടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങൾ നടക്കുകയാണ്. ഈ കാർ ലൈറ്റ് അടിക്കുന്നുണ്ട്. ഞങ്ങൾ എന്ന് പോണ നാളെയും ഇങ്ങോട്ട് വരാനുള്ളതാണ് ഞങ്ങൾക്ക്. പക്ഷെ കനോലി പ്ലോട്ടിക്കല്ല, അമൽ കോളേജ്. അപ്പോൾ രാവിലെ ഇവിടുത്തെ വ്യൂ എന്ന് പറയാൻ നല്ല ഭംഗിയാണ്. ഇത്ര തിരക്കോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് പ്ലെയിൻ ഈ സംഭവം. ഈ രണ്ട് സൈഡിലും ഈ മരങ്ങളും, പിന്നെ ഇത്ര കണ്ട് ട്രാഫിക് അല്ല, പക്ഷെ വണ്ടി ഉണ്ടാവും ഓഫ് കോഴ്സ്. അങ്ങനെ ഇന്ന് ഞങ്ങൾ രാവിലെ ഒരു 12:07 വെള്ളാമ്പ്ര എത്തിയേ. ഇപ്പോൾ ടൈം എത്രയെന്ന് വെച്ചാൽ 5 മണിയായിട്ടുണ്ടാവും. കാരണം ഞങ്ങളോട് എന്തോ പറഞ്ഞില്ല ചേച്ചി. അവിടെ ഇരുന്ന് 2 ആൾക്കാരോട് ഇനി കപ്പിൾസ് ആയോണ്ടോ അറിയൂല 5 മണിയാകുമ്പോ പോണിട്ടോന്ന് പറഞ്ഞു. ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നോണ്ട് അതാവാം. ഞങ്ങൾ heading back home. അവളെ ഞങ്ങള് സംഭവം വെച്ചാല് സാധാ ബസ് കൊടുക്കും. ഷീസ് എ സ്പെഷ്യൽ കിഡ്. She want the airplane, everything for private. ബസ് പോയി ശീലമില്ല ഗൈസ്,
അതുകൊണ്ട് ഞങ്ങളവിടെ ബസ് കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയായി കേട്ടോ. എന്നിട്ട് ഊട്ടിയിൽ നിന്നുള്ളിട്ട് സെയിലായിക്കട്. ഇറ്റ്സ് ഓക്കെ. ആരുടെ? മൈക്കിൾ ജാക്സൺ. പിന്നെ ഞങ്ങൾ പോവുകയാണ് വീട്ടിലേക്ക്.